ഉണ്ണിയേട്ടൻ വന്നു. നിർബന്ധിതമാണ്. എന്താ ഇത് നമ്മൾ ചാല മാർക്കറ്റിൽ നിന്ന് അരിയും പച്ചക്കറിയും മേടിക്കുന്ന പോലെയല്ലല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെന്റ്, ആ കരാറിൽ നിന്ന് സൗകര്യം പോലെ അങ്ങ് മാറാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ഇത് പിന്മാറാനായിരുന്നു അന്നത്തെ CPM സർക്കാർ LDF സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് പിന്മാറിയില്ല? ഒരു മാസത്തിനുള്ളിൽ തീരുമാനിക്കാമായിരുന്നല്ലോ. ചോദ്യം ഇങ്ങോട്ട് വേണ്ട, ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ പോലെ എഴുതാത്തത്. പന്നി. അപ്പൊ ഞാൻ അഭിലാഷ് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ജയിക്കിനോട് രണ്ടുമൂന്ന് കാര്യം ചോദിക്കാനുണ്ട്. ജയിക്ക് പറയുന്ന കേട്ടാ തോന്നും VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വന്ന് നേരെ അങ്ങ് ഒപ്പിട്ട് കൊടുത്താന്ന്. ജയിക്ക് പറഞ്ഞതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒപ്പിട്ട് തള്ളിക്കളഞ്ഞെന്ന്. എന്തിനാ ജയിക്ക വെറുതെ ഒപ്പിട്ടിട്ട് തള്ളിക്കളയണം? അല്ലാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാ ഒപ്പിട്ടിട്ട് തള്ളാൻ പോകുന്നേ? നിങ്ങൾ അന്ന് ഒപ്പിട്ടിട്ട് ഈ തള്ളു മുഴുവൻ നടത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഗതികേടിൽ എത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മോശപ്പെട്ടതാണ് PM ശ്രീ എന്ന് പറയുന്നു. മോശപ്പെട്ട PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് പിറ്റേ ദിവസം ചിന്താവാരികയിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ലേഖനം എഴുതിയത് താങ്കൾ വായിച്ചിരുന്നോ? അതിനുശേഷം 22-ാം തീയതി നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. മുന്നണിയോട് മറച്ചു വെച്ചു. അവര് നിലപാട് മാറ്റി സമ്മതിച്ചു. ശിവൻകുട്ടി നിലപാട് മാറ്റി അങ്ങോട്ട് ഇത് ഒപ്പിട്ടു. അപ്പൊ VD സതീശൻ ചോദിച്ചു, എന്താ നിങ്ങൾ നിലപാട് മാറ്റിയത്? വല്ല ബ്ലാക്ക് മെയിലിംഗ് നടന്നു? നിങ്ങളും നിലപാട് മാറ്റിയപ്പോ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണ്? നടന്നത് അവര് നിലപാട് മാറ്റിയത് അഭിലാഷ് പറഞ്ഞാ പോരാ, ജയിക്ക് പറയണം. ജയിക്ക് ബാക്കി ഇപ്പോ ഈ 10-25 ദിവസമായ ഗവൺമെന്റിനെ ആക്ഷേപിക്കുമ്പോ എന്തിനാണ് ഒപ്പിട്ട് തള്ളുന്നത്? വെറുതെ ഇരുന്ന് തള്ളാതെ ഒപ്പിടാതെയും തള്ളാമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഒപ്പിട്ട് തള്ളി. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് ഒപ്പിട്ട PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ അന്ന് ക്യാബിനറ്റിനെയും മുന്നണിയെയും മറച്ചു വെച്ച PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ ഈ നാട്ടിലെ സഖാക്കന്മാരെ മുഴുവൻ പറ്റിച്ച് ഒളിച്ചു കടത്തിയ PM ശ്രീ നല്ലതായിരുന്നോ? ജോൺ ബ്രിട്ടാസ് പോയി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് പാലമിട്ട് നടപ്പാക്കാൻ കൊണ്ടുവന്ന PM ശ്രീ നല്ലതായിരുന്നോ? നിങ്ങൾ കൊണ്ടുവന്ന PM ശ്രീ തുടരണമോ വേണ്ടയോ എന്ന് നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് ഇന്നത്തെ ഗവൺമെന്റ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നെന്ന് അല്ല, നിങ്ങൾ കൊണ്ടുവന്ന നിയമപരമായ ബാധ്യതയെക്കുറിച്ച് പഠിക്കാനാണ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് ഒപ്പിടാൻ പോയത് ആരാന്നറിയോ? RSS ഗവർണർമാരില്ലാതെ അത്താഴവും പ്രാതലും കഴിക്കാൻ പറ്റാത്ത അസ്ഥിരതയുള്ള പിണറായി വിജയൻ 10-ാം തീയതി 2025 ഒക്ടോബർ മാസം 10-ാം തീയതി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം 6 ദിവസത്തിന് ശേഷമാണ് ഇത് ഒപ്പിട്ടത്. ഇതേ ആരോപണം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും VD സതീശൻ കണ്ടിട്ട് ഇപ്പോ 20 ദിവസമായോ? അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അല്ല, അവര് പറഞ്ഞോട്ടെ. അപ്പൊ പിണറായി വിജയൻ അമിത്ഷായെയും പിന്നെ അദ്ദേഹത്തെയും കണ്ട് നരേന്ദ്രമോദിയെയും കണ്ടു വന്നതിന് ശേഷം ഒപ്പിട്ടാലും VD സതീശൻ രണ്ടുപേരെയും കണ്ടു വന്ന് ഒപ്പിട്ടാലും രണ്ടും ഒന്നല്ലേ? അല്ലല്ല, VD സതീശന്റെ മകളെ മറ്റേ മാസപ്പടി വാങ്ങിയ കേസിൽ ED ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് VD സതീശൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നാണക്കെടുത്തി VD സതീശന്റെ മടിയിൽ കനമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അഭിപ്രായം പറയാം. ഞാൻ പറയട്ടെ, ഇവിടെ UDF നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് IT കമ്പനി തുടങ്ങിയിട്ട് മാസപ്പടി വാങ്ങി എന്റെ അന്വേഷണം നേരിടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെന്നേ. ആ നിർമ്മല സീതാരാമനുമായിട്ടുള്ള ചർച്ച നടത്തിയില്ലേ? KV തോമസിന് പുട്ടും കടലയും കൊടുത്തിട്ട് ആ ചർച്ചയിൽ എന്താ സംസാരിച്ചത്? അതറിയണ്ടേ? അമ്പലക്കള്ളന്റെ വക്കീലിനെ UDF സർക്കാർ വന്നപ്പോൾ പ്ലീഡറാക്കി വെച്ചു. തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ തിരുത്തി. അയാൾ ഒരു കേസ് പോലും നോക്കുന്നതിന് മുമ്പ്, ഫയൽ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് തിരുത്തി. ഞാൻ ചോദിക്കട്ടെ, അമ്പലക്കള്ളനായിട്ടുള്ള പത്മകുമാറിനെതിരെ ഇപ്പോഴും തഴുകി തലോടി നടപടി എടുക്കണോ വേണ്ടയോ എന്ന് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി കട്ടൻ ചായ മറ്റേ പരിപാടി കുറിച്ച് ആലോചിക്കുന്ന പാർട്ടിയാ. ഇനി ഒരു കാര്യം കൂടി, UDFിലെ വിക്കറ്റ് വീഴ്ചയെ കുറിച്ച് നടക്കുന്ന ജയിക്ക് ആദ്യം ഈ PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി ക്ലീൻ ബൗൾഡ് ആയിട്ട് ഓൾ ഔട്ട് ആയ CPMന്റെ ആ ചരിത്രം ഒന്ന് വായിച്ചേ. ആരാ ഒപ്പിട്ടത്? ശരി, ആ ഒപ്പിട്ട CPM ക്ലീൻ ബൗൾഡ് ആയി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.